എൻ്റെ അമ്മയോട് അസൂയുള്ളവരാണ് അയൽവാസികളിൽ പലരും. അയൽവാസികൾ മാത്രമല്ല, കുടുംബങ്ങളിലുമുണ്ട് അസൂയാലുക്കൾ. അസൂയ പലപ്പോഴും അമ്മയ്ക്ക് സൗന്ദര്യം കൂടുതലായതുകൊണ്ടാണ്. അമ്മ എവിടെ പോയാലും ആരെങ്കിലും കാണാൻ സുന്ദരാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അമ്മയുടെ കൂടെയുള്ളവർ പിണങ്ങും. ഇതുപോലെ ഒരിക്കൽ ഒരു കാര്യം ഞാൻ നേരിട്ട് കേട്ടതുമാണ്. അത് വയ്യെ പറയാം. ഒരിക്കൽ കോളേജിൽ സ്ട്രൈക്ക് ആയതുകൊണ്ട് കോളേജ് രാവിലെ തന്നെ വിട്ടു. ഞാൻ ഫോണിൽ അമ്മയെ വിളിച്ചു. അമ്മ, എന്താടാ ഈ സമയത്ത് ക്ലാസ്സിലെ നിനക്ക്? ഞാൻ, അമ്മേ, ഞങ്ങൾക്കിന്ന് സ്ട്രൈക്കാണ്. അമ്മയുടെ കോളേജിൽ എങ്ങനെയാ, ലീവുണ്ടോ അവിടെ? അമ്മ, ഞങ്ങളുടെ ഇവിടെ സ്ട്രൈക്കൊന്നുമില്ലടാ, ഇപ്പോൾ അടുത്തത് എൻ്റെ പീരീഡാ. ഞാൻ, ആണോ? എന്നാൽ ശരി അമ്മേ, ഞാൻ വീട്ടിലോട്ട് പോകുവാണേ. അമ്മ, ഓക്കെ. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. അപ്പോഴാണ് ആരോമൻ അവിടെ നിന്നും ഒരുത്തിയോട് സംസാരിക്കുന്നത് കണ്ടത്. ഇവൻ ഇവളെയും വളച്ചോ, അതും ചിന്തിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും സംസാരം കഴിഞ്ഞ് അവൾ പോയി. ഞാൻ, എന്താണ് ഒരു ചിരിയും വർത്താനവുമൊക്കെ? അവളെയും വളച്ചോ നീ? ആരോമൻ, ഇതുവരെയില്ല, പക്ഷേ വളയും. ഞാൻ ഇന്നലെ അവൾക്ക് ഫേസ്ബുക്കിൽ ഒരു റിക്വസ്റ്റ് ഇട്ടായിരുന്നു. ഇന്ന് അത് അവളോട് അക്സെപ്റ്റ് ചെയ്യാനും പറഞ്ഞു. ഞാൻ, എടാ, നിനക്ക് നാണമില്ലേ ഇങ്ങനെ ഇവളുമാരോട് പറഞ്ഞിട്ട് ഫ്രണ്ടാക്കാൻ? ആരോമൽ, നാണിച്ചു നിന്നാൽ ഒന്നും നടക്കില്ല മോനെ. നീ നാണിച്ചു നിന്നിട്ട് വലുതും നടന്നോ ഇതുവരെ? ഇപ്പോൾ നീ വായി നോക്കിയിരിപ്പ് തന്നെയല്ലേ? അവൻ്റെ ആ ചോദ്യം കേട്ടതും ഞാൻ ചമ്മി. എൻ്റെ നാണം കാരണം എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുന്നില്ല എന്നത് ശരിയാണ്. ഞാൻ ഒന്നും മിണ്ടാതിരുന്നപ്പോൾ അവൻ എന്നെ നോക്കി. ആരോമൽ, എടാ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമുക്ക് ശരിയാക്കാം. നിന്റെ ആഗ്രഹമൊക്കെ നടക്കും. ഞാനില്ലേ കൂടെ. നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. നീ വാ, പിന്നെ വീട്ടിലോട്ട് വിടാം. അങ്ങനെ ഞാൻ അവൻ്റെ കൂടെ ബൈക്കിൽ വരവേ ഞങ്ങളുടെ അയൽവാസികളിൽ 3 പേര് പരസ്പരം കൂടി നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നു. അവരുടെ സംസാരത്തിൽ എൻ്റെ അമ്മയുടെ പേരും പറയുന്നത് കേട്ടു. സാധാരണ നടന്നുകൊണ്ട് അതുവഴി പോകാറുള്ള എന്നെ ബൈക്കിൽ അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. എന്തായാലും അമ്മയ്ക്ക് കുറേ ഫാൻസ് ഉണ്ടല്ലോ, ഞാൻ ചിന്തിച്ചു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അമ്മ വീട്ടിലെത്തി. ഞാൻ അമ്മയെ നോക്കി. ഇതെന്താ അമ്മേ, സാരിയും ചെളിയോ? അമ്മ, അതേടാ, 2 കുരുത്തം കേട്ട പിള്ളേര് ബൈക്കിൽ പോയപ്പോൾ പറ്റിയതാ. കോളേജ് വിടുമ്പോൾ ഇവർക്ക് ബോധവും കഥയും ഉണ്ടാവില്ലല്ലോ. പെൺപിള്ളേരെ കാണിക്കാനായിട്ട് ബൈക്കിൽ ഓരോ കോപ്രായം കാണിച്ച് ഓരോ എണ്ണവും ഇറങ്ങിക്കോളും. അത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു. ഞാൻ, അമ്മേ, അത് ചിലപ്പോൾ അമ്മയുടെ സൗന്ദര്യം കണ്ടപ്പോൾ പെട്ടെന്ന് അവരുടെ ബോധം പോയതാവും. അപ്പോൾ ബൈക്ക് ചെളിയിൽ ഇറങ്ങിയതാവും. നാളെയും ശ്രദ്ധിച്ചോട്ടോ, ചിലപ്പോൾ അവന്മാർ വീണ്ടും പിന്നാലെ വരാൻ ചാൻസ് ഉണ്ട്. അമ്മ, പിന്നെ ഒന്ന് പോടാ അവിടുന്ന്. അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും ആ മുഖത്തെ ചെറുപുഞ്ചിരി ഞാൻ ശ്രദ്ധിച്ചു. ഡാ, ഞാൻ കുളിച്ചിട്ട് വരാട്ടോ. ഞാൻ, ശരി അമ്മേ. അന്ന് അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായി ഞാൻ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ചായ ഉണ്ടാക്കി. വേഷം മാറി അമ്മ അടുക്കളയിൽ വന്നു. അമ്മ, ചായ ഉണ്ടാക്കിയോ നീ? കൊള്ളാലോ. ഇന്നെന്താണാവോ ഇങ്ങനെയൊക്കെ? അമ്മ ഒരു ചിരിയാലെ ചോദിച്ചു. ഞാൻ, പ്രത്യേകിച്ചൊന്നുമില്ല അമ്മേ, വെറുതെ ഉണ്ടാക്കി നോക്കിയതാ. എങ്ങനെയുണ്ടെന്ന് പറയാമോ? അമ്മ ചായ എടുത്ത് കുടിച്ചു നോക്കി. കൊള്ളാലോ മോനെ, നല്ല ടേസ്റ്റ് ഉണ്ട്. ക്യാൻറ്റീനിൽ നിന്നും കുടിക്കുന്ന ചായയുടെ അതേ രുചി, കൊള്ളാം. ഞാൻ, ആണോ അമ്മേ, താങ്ക്സ് കേട്ടോ. അമ്മ, എടാ, അപ്പോൾ നീ ചായ ഉണ്ടാക്കാനൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ പിന്നെ ഇനി ഞാൻ വൈകിട്ട് വരുമ്പോഴേക്കും നീ ഇതുപോലെ ചായ ഉണ്ടാക്കി വെച്ചാൽ മതി. ഞാൻ ചൂടാക്കി കുടിച്ചോളാം. എന്നെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞു. ഞാൻ, ഞാനിവിടെ ഒരു വേലക്കാരെ വെക്കാൻ പറഞ്ഞിട്ടിപ്പോൾ അമ്മ എന്നെ വേലക്കാരനാക്കാൻ നോക്കുവാണോ?
അത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചു. അമ്മ, ആ, നീ ഇപ്പോൾ അത് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ, ആണോ? അപ്പോൾ വേലക്കാരെ വെക്കുമെന്നാണോ? അമ്മ, അതല്ലടാ. ഇനിയിപ്പോൾ നീ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വേറൊരു വേലക്കാരി? നീ ഇപ്പോൾ നന്നായി ചായ ഉണ്ടാക്കിയില്ലേ, അതുപോലെ മറ്റുള്ളതും ഉണ്ടാക്കി പഠിക്ക്. ഞാൻ, ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം ഇപ്പോൾ എല്ലാം എൻ്റെ തലയിലായോ? അമ്മ, അതല്ലടാ, ഇതൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. നാളെ നീ കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോഴൊക്കെ നിനക്കും പാചകം ചെയ്ത് അവളെ സഹായിക്കാലോ. അമ്മ ഒരു കള്ളച്ചിരിയാലെ പറഞ്ഞു. ഞാൻ, ഓ, ഞാൻ കല്യാണമൊന്നും കഴിക്കുന്നില്ല അമ്മേ, എനിക്ക് ആരെയും വേണ്ട. അമ്മ, ഉവ്വ, ഇപ്പോൾ അങ്ങനെയൊക്കെ പറയും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാണാം നീ മാറ്റി പറയുന്നത്. പിന്നെ പെൺപിള്ളേരുടെ പിറകീന്ന് മാറില്ല. അതും പറഞ്ഞ് അമ്മ കളിയാക്കി ചിരിച്ചു. ഞാൻ അങ്ങനെ ആരുടെയും പിറകെ പോകില്ല. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അത് കേട്ടപ്പോൾ അമ്മ ഒരു ഞെട്ടലോടെ, ഏ, അപ്പോൾ നീ എന്താ മോനെ പറഞ്ഞു വരുന്നേ? നിനക്ക് പിന്നെ ആരോടാ താല്പര്യം? ഞാൻ, അയ്യോ അമ്മേ, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. എനിക്ക് അത്രയും പറഞ്ഞ് ഞാൻ നിർത്തി. അമ്മ, നിനക്ക് നിനക്ക് എന്താ മോനെ? എന്താണെങ്കിലും എന്നോട് പറ. ഞാൻ, ഷോ അമ്മേ, അത് എനിക്ക് പെൺപിള്ളേരോട് പ്രേമം തോന്നുന്നില്ല. ചേച്ചിമാർ, ആൻറ്റിമാർ, ടീച്ചർമാർ, ഇവരോടൊക്കെയാണ് ഇഷ്ടം. ഒരു ബഹുമാനം, ആരാധന. അധികം പറഞ്ഞ് കൊളമാക്കാതെ ഞാൻ അത്രയും പറഞ്ഞു നിർത്തി. അമ്മ, ഓ അതാണോ? ഞാനങ്ങ് പേടിച്ചു പോയി. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ സംസാരിച്ച് പിന്നെ രാത്രി നേരത്തെ തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഞാൻ അതിരാവിലെ തന്നെ എണീറ്റു. സാധാരണ ഞാൻ അത്രയും നേരത്തെ എണീക്കാത്തതാണ്. സമയം നോക്കിയപ്പോൾ 6 മണി. പിന്നെ കിടക്കാൻ തോന്നിയില്ല. ഒരു ചായ ഇട്ട് കുടിക്കാം, ഒരു ചായ അമ്മയ്ക്കും കൊടുക്കാം, അതും ചിന്തിച്ച് ഞാൻ അടുക്കളയിലേക്ക് നടന്നപ്പോഴാണ് അവിടെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നു. അമ്മ എന്തോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ, ഇതെന്താ അമ്മേ ഇത്ര നേരത്തെ? എന്താ ഉണ്ടാക്കുന്നേ? അമ്മ, ആഹാ, നീ എണീറ്റോ, വെരി ഗുഡ്. ഞാൻ, ഇതെന്തോന്നാ അമ്മേ, പായസം ഉണ്ടാക്കുവാണോ? അമ്മ, അതേടാ കുട്ട, ഹാപ്പി ബർത്ത്ഡേ. അപ്പോഴാണ് എനിക്ക് അത് ഓർമ്മ വന്നത്. ഞാൻ, ഹോ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നു. അമ്മ, ഏതായാലും ഇന്നത്തെ ദിവസം കൊള്ളാം, നീ നേരത്തെ എണീറ്റല്ലോ, അപ്പോൾ ഇന്നത്തെ ദിവസം മധുരത്തോടെ തുടങ്ങാം. ഞാൻ, ആഹാ, അത് കൊള്ളാം. അങ്ങനെ അമ്മ പായസമുണ്ടാക്കി എനിക്ക് തന്നു. ഞാനും അമ്മയും പായസം കുടിക്കാതെ അമ്മ പറഞ്ഞു, എടാ, നീ വേഗം കുളിച്ച് കോളേജിൽ പോകാൻ നോക്കിട്ടോ. ഞാൻ, ഇന്ന് കോളേജിൽ പോകണോ അമ്മേ? അമ്മ, അതെന്താടാ ഒരു മടി? സാധാരണ മടി കാണിക്കാത്തതാണല്ലോ. ഞാൻ, മടിയൊന്നുമില്ലാമേ, പോകാം. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, എൻ്റെ ക്ലാസ്സിലെ ആരോമലിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ അവൻ്റെ കൂടെ ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്ന അത്രേ. എനിക്കാണെങ്കിൽ അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ അവൻ എനിക്കന്ന് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ആരുമില്ലല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടി. എൻ്റെ ആഗ്രഹമാണെങ്കിൽ അതൊന്നും നടക്കുന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ ഉന്മേഷമില്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അമ്മ, എടാ, നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ, ഒന്നുമില്ലാമേ. അമ്മ, ശരി, നീ വേഗം കുളിച്ച് റെഡിയാവാൻ നോക്ക്. ഞാൻ, ശരി അമ്മേ. അമ്മ, എടാ, പിന്നെ ഇന്ന് നിൻ്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം നീ ക്ലാസ്സിൽ ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. പിന്നെ അവർക്കൊക്കെ ചോക്ലേറ്റൊക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ ഞാൻ, ഹോ ദൈവമേ, ഈ അമ്മയുടെ ഒരു പിശുക്ക്. അത് കേട്ടപ്പോൾ അമ്മ ചിരിച്ചു. പിന്നെ ഞാൻ കുളിമുറിയിൽ ചെന്നു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇന്നാണല്ലോ അമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത്. ഉണ്ടാക്കുമോ ആവാം? സാധ്യതയില്ല, ഈ പിശുക്കി അമ്മ അതൊന്നും ഉണ്ടാക്കില്ല. അങ്ങനെ അതൊക്കെ ചിന്തിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് പോയി.
അമ്മ അമ്മയുടെ കോളേജിലും. അന്ന് കുറച്ച് വൈകിട്ടാണ് എത്തിയത്. മാത്രമല്ല അന്ന് സാറ് എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഉത്തരമറിയാതെ വന്നതിനാൽ ആദ്യത്തെ പീരീഡ് മുഴുവൻ നിൽക്കേണ്ടി വന്നു. പിന്നെ അടുത്ത പീരീഡിലും ഇത് തന്നെ അവസ്ഥ. ചോദ്യം ചോദിച്ചു ഉത്തരം കിട്ടിയില്ല. വീണ്ടും ആ പീരീഡ് തീരുന്നത് വരെ ഞാൻ നിൽക്കേണ്ടി വന്നു. അങ്ങനെ അന്നത്തെ ദിവസം മുഴുവൻ ക്ലാസ്സിൽ ശോകമായി പോയി. പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല വിഷമത്തിലായിരുന്നു. അല്ലെങ്കിലും എന്താണെന്ന് അറിയില്ല, എൻ്റെ ബർത്ത്ഡേക്ക് എപ്പോഴും ഭയങ്കര ബോറായിരുന്നു. ഒരു സന്തോഷവുമില്ല, കൂടെ ആരുമില്ല. ഇനി ഫ്രണ്ട്സിനെ വിളിച്ചാലും അവർക്ക് ആ സമയം എവിടെയെങ്കിലും പോകാനും മറ്റുമുണ്ടാവും, അതുകൊണ്ട് വരില്ല. അങ്ങനെ ഞാൻ വിഷമത്തോടെ നടക്കുമ്പോഴാണ് പിന്നിൽ നിന്നും ആരോമൽ വിളിച്ചത്. അവൻ്റെ കൂടെ ഒരു സുന്ദരിയെ കണ്ട് ഞാൻ അമ്പരപ്പോടെ നോക്കി. അത് MBAക്ക് പഠിക്കുന്ന ചേച്ചിയായിരുന്നു. അവരുടെ യൂണിഫോം വേറെയായിരുന്നു. ആ ചേച്ചിയെ കാണാനാണെങ്കിൽ നല്ല സുന്ദരി. ഞാൻ അവളെ തന്നെ നോക്കി നിന്ന് പോയി. ആരോമൽ, എടാ ഇതാ എൻ്റെ ഗേൾ ഫ്രണ്ട് സുരഭി. അത് കേട്ടതും ഞാൻ ഒരു നിമിഷം പതറിപ്പോയി. പോയ ബോധം തിരിച്ചു വന്നപ്പോൾ ഞാൻ ഹായ് സുരഭി. ആരോമൽ, ഇതാണ് വികാസ്, വിക്കി എന്ന് വിളിക്കും. അവൾക്ക് എന്നെയും പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവന് വരെ എത്ര പേരാ. പറഞ്ഞിട്ടും കാര്യമില്ല, എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്കും ചിലപ്പോൾ ആരെങ്കിലും കിട്ടുമായിരുന്നു, ഞാൻ ചിന്തിച്ചു. ഞാനങ്ങനെ അങ്ങോട്ട് മാറി നിന്ന് ഇതൊക്കെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ആരോമലും സുരഭിയും ബസ്സിൽ കയറി പോകുന്നത് കണ്ടത്. അവർ സംസാരിച്ച് നല്ല സന്തോഷത്തോടെ പോകുന്നു. ഞാൻ കുറച്ചു നേരം അതും നോക്കി. പിന്നെ വീണ്ടും എന്തൊക്കെയോ ചിന്തിച്ചു നിന്നു. പിന്നെ എൻ്റെ ബസ് വന്നപ്പോൾ ഞാൻ അതിൽ കയറി. പിന്നെ സ്ഥലമെത്തിയപ്പോൾ ഇറങ്ങി വീട്ടിലോട്ട് നടന്നു. വീട്ടിലെത്തിയപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താ അമ്മ ഉച്ചയ്ക്ക് ലീവാക്കിയോ, ഞാൻ ചിന്തിച്ചു. ഞാൻ വീട്ടിൽ കയറി നോക്കി. അപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ ലീവ് എടുത്ത് കേക്കൊക്കെ വാങ്ങി വീട്ടിലോട്ട് വന്നതായിരുന്നു. മാത്രമല്ല അന്ന് ചിക്കൻ ബിരിയാണി വെച്ചിരുന്നു. സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാനായില്ല. കാരണം ഇത്രയും പിശുക്കിയായ അമ്മ ഇന്ന് കുറേ കാശ് ചിലവാക്കിയതോർത്ത് ഞാൻ അമ്പരപ്പോടെ നോക്കി. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാനും അമ്മയും ഓരോ കഷ്ണം കഴിച്ചപ്പോഴേക്കും മതിയായി. ബാക്കി വന്നത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ചിക്കൻ ബിരിയാണി നല്ലോണം കഴിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷമാണല്ലോ ചിക്കൻ ബിരിയാണി കിട്ടുന്നത്. അതുകൊണ്ട് വയറു നിറയെ കഴിച്ചതിനാൽ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി. അമ്മ, എന്താടാ നടക്കാൻ വയ്യേ, താങ്ങി പിടിക്കണോ ഞാൻ എന്നൊക്കെ പറഞ്ഞ് അമ്മ എന്നെ കളിയാക്കി. പിന്നെ ഞാൻ കുറച്ചു നേരം ഉമ്മറത്തിരുന്നു. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വയറൊക്കെ ശരിയായി. പിന്നെ ഒരു ആശ്വാസമൊക്കെ തോന്നി. അപ്പോൾ മൊബൈലും കൊണ്ട് അമ്മയും അങ്ങോട്ട് വന്നു. ഞാൻ എന്നാലും എൻ്റെ പിശുക്കിയ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ. എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. അമ്മ, എടാ ഞാൻ ആദ്യം കുറേ കാശൊക്കെ ചിലവാക്കുമായിരുന്നു. പിന്നെ ചോദിക്കുന്നവർക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാനൊരു കാര്യം പഠിച്ചത്. ഒരിക്കൽ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലാതിരുന്നപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോൾ എനിക്ക് ആരും കാശ് തന്നില്ല, എന്നെ സഹായിച്ചില്ല. എൻ്റെ വിഷമങ്ങൾ കേട്ടിട്ടും സഹായിക്കാൻ കഴിവുണ്ടായിരുന്നവർ പോലും എന്നെ സഹായിച്ചില്ല. നിനക്കറിയാമോ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പിശുക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. സോറി അമ്മേ, ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല. അമ്മ, സാരമില്ലട കുട്ട. പിന്നെ നിനക്ക് ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, എൻ്റെ വക ഒരു ഗിഫ്റ്റ്. എന്ത് ഗിഫ്റ്റാണ് അമ്മേ? രണ്ടാമത്തെ ആ അത്ഭുതം കാണാൻ എനിക്ക് ആകാംക്ഷയായി. അമ്മ,
ഇതാ നോക്ക്. അതും പറഞ്ഞ് അമ്മയുടെ ഫോൺ എൻ്റെ നേർക്ക് നീട്ടി. ഞാനത് വാങ്ങി. ഞാൻ എന്താ അമ്മേ, അമ്മയുടെ ഈ പഴയ ഫോണാണോ എനിക്കുള്ള ഗിഫ്റ്റ്? ഞാൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അമ്മ, ഫോണല്ലടാ, അത് ഓൺ ചെയ്ത് അതിനകത്തുള്ളത് നോക്ക്. അത് കേട്ടതും ഞാൻ ഫോൺ ഓപ്പൺ ചെയ്ത് നോക്കി. അത് കണ്ടതും ഞാൻ ഞെട്ടി. വിശ്വാസം വരാതെ ഞാൻ അമ്മയെയും ഫോണിലും മാറി മാറി നോക്കി. അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് തലയാട്ടി.